വിശ്വാസത്തിന്റെ പേരിൽ ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ പീഡനം നേരിടുന്ന രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ട് ഓപ്പൺ ഡോർസ് വാച്ച് ലിസ്റ്റ്. ക്രൈസ്തവരെ രാജ്യത്ത് ജീവിക്കാൻ അനുവദിക്കാതിരിക്കാനായി മാത്രം പുതിയ നിയമങ്ങൾ പുറപ്പെടുവിക്കുന്നതായും റിപ്പോർട്ട്. ക്രൈസ്തവ പീഡനങ്ങൾ ഏറ്റവും അധികം നിലനിൽക്കുന്ന ആദ്യ 10 രാജ്യങ്ങളുടെ പട്ടികയാണ് ഓപ്പൺ ഡോർസ് പുറത്തുവിട്ടിരിക്കുന്നത്. 2023 ഒക്ടോബർ 1 മുതൽ 2024 സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിലെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിപുലമായ പ്രാദേശിക ഗവേഷണം, വിദഗ്ധ വിശകലനം, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിലീജിയസ് ഫ്രീഡത്തിന്റെ സ്വതന്ത്ര പഠനം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഓപ്പൺ ഡോർസ് പട്ടിക തയ്യാറാക്കിയത്. ദൈവാലയങ്ങൾ തകർക്കുക, ക്രൈസ്തവ നേതാക്കളെ തടവിലാക്കുക, രാജ്യത്തുനിന്ന് ക്രൈസ്തവരെ കുടിയിറക്കുക തുടങ്ങി ക്രൈസ്തവരെ ഒരു തരത്തിലും രാജ്യത്ത് ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ അക്രമങ്ങൾ ഈ രാജ്യങ്ങൾ അഴിച്ചുവിടുന്നു. ഇത്തരത്തിൽ ക്രൈസ്തവർ അതിക്രമങ്ങൾ നേരിടുന്ന രാജ്യങ്ങൾ അതിന്റെ രൂക്ഷതയുടെ ക്രമത്തിൽ ഉത്തര കൊറിയ, സോമാലിയ, യമൻ, സുഡാൻ, എറിത്രിയ, സിറിയ, നൈജീരിയ, പാകിസ്ഥാൻ, ലിബിയ, ഇറാൻ എന്നിങ്ങനെയാണ്. ഇവയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ കൊല്ലപ്പെടുന്ന രാജ്യങ്ങൾ തുടങ്ങി ക്രൈസ്തവരായി കാണാൻ പാടില്ലാത്ത, വിശുദ്ധ ഗ്രന്ഥം പോലും കയ്യിൽ സൂക്ഷിക്കാൻ കഴിയാത്ത രാജ്യങ്ങൾ വരെയുണ്ട്. ക്രൈസ്തവർക്ക് ജീവിക്കാൻ ഏറ്റവും അപകടകരമായ സ്ഥലമെന്ന സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ഉത്തര കൊറിയ വീണ്ടും പട്ടികയിൽ ഒന്നാമത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ വധിക്കപ്പെടുന്ന രാജ്യം നൈജീരിയയാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ക്രൈസ്തവർ ഈ രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നു, തട്ടിക്കൊണ്ടുപോകപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു. ക്രൈസ്തവനായിരിക്കുക എന്നത് രാജ്യദ്രോഹ കുറ്റമായി പോലും കാണുന്ന രാജ്യങ്ങൾ ഇവയിലുണ്ട്. ലോകത്തെമ്പാടുമായി 388 മില്യൺ ക്രൈസ്തവരാണ് പീഡനങ്ങളും ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനങ്ങളും നേരിടുന്നത്. ഇത്തരത്തിലെല്ലാം ക്രൈസ്തവർ ലോകമെമ്പാടും പീഡനം അനുഭവിക്കുമ്പോഴും ക്രൈസ്തവ വിശ്വാസം വളരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖൈന ന്യൂസ്.